കാര്യസാധ്യത്തിനായിട്ട് വിളിക്കുന്ന എല്ലാ ഭക്തരെടുത്തും എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓൺലൈൻ മീഡിയയിലായതുകൊണ്ട് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും എൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അത് മെസ്സേജുകളായിട്ടും വാട്സപ്പുകളായിട്ടും കോളുകളായിട്ടും ഒരുപാട് പേരുണ്ട്. ഞാൻ എല്ലാവരുടെയും പൂജകൾ ചെയ്തു കൊടുക്കാറില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ സ്വാമിയെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നു. അത് മനസ്സിലാക്കി കൃത്യമായി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു കാര്യം നടത്തിയെടുക്കണം, എൻ്റെ കാര്യത്തിൽ എനിക്കൊരു വിജയമുണ്ടാവണം, ഞാൻ വിഷ്ണുമായ സ്വാമിയെ അത്രയധികം വിശ്വസിക്കുന്നു, സ്വാമിക്ക് വേണ്ടതെല്ലാം നാം ചെയ്യുകയും അത് കൃത്യമായി പാലിക്കുകയും ചെയ്യാമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കാരുടെ പൂജകൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അവരുടെ ആവശ്യം എന്തു ആയാലും അവരെൻ്റെ അടുത്ത് വരികയും അവരുടെ ഐഡന്റിറ്റി, ഞാൻ ഇന്ന വ്യക്തിയാണ്, എനിക്ക് ഇന്നതാണ് ആവശ്യം എന്നൊക്കെ കറക്റ്റ് തുറന്നു പറയുന്ന അത്രയും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വ്യക്തികളുടെ അവരുടെ ആവശ്യം എന്തു വേണമെങ്കിലും ആവാം, അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടും അവരുടെ ലൈഫിലുണ്ടായ പല പ്രശ്നങ്ങൾ കൊണ്ടും അവരുടെ മാനസികാവസ്ഥ എങ്ങനെ വേണേലും ആവാം. ചിലവർക്ക് എന്ത് തരത്തിലായാലും ജീവിതത്തിൽ വിജയിച്ച് കയറി വരണം എന്നുള്ള അതിശക്തമായ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അവർ അനുഭവിച്ച വേദനകളാവാം, പരാജയങ്ങളാവാം, പലതരത്തിലുള്ള പ്രശ്നങ്ങളാവാം. അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമല്ല. അവരുടെ കൂടെ നിൽക്കുക, അവർക്ക് വേണ്ട പൂജകൾ ചെയ്തു കൊടുക്കുക, അവർക്ക് എപ്പോഴും ഒരു ശക്തിയായി കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അവരുടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കാൻ അവരുടെ കൂടെ ഒരു സുഹൃത്തായി, ഒരു വഴികാട്ടിയായി അവരുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തില് ഇന്നേ വരെ ചെയ്തിട്ടുള്ളൂ. 7 വർഷമായിട്ടും ഇവിടെയുള്ള ആൾക്കാർ അതുപോലെ തന്നെയുണ്ട്. ഇപ്പോഴും വരുന്ന ഏതൊരു വ്യക്തിയാലും ഞാൻ അവരോട് പറയുന്ന കാര്യം, നിങ്ങളുടെ പണമല്ല, നിങ്ങൾക്ക് എന്തവസ്ഥ വേണേലും ആവട്ടെ, ആ അവസ്ഥ മാറ്റിയെടുക്കാൻ വിഷ്ണുമായ സ്വാമിക്ക് സാധിക്കും, പൂജകൾ കൊണ്ട് സാധിക്കും. നമുക്ക് പണമില്ലാത്ത അവസ്ഥയാണെങ്കിൽ പണം ഉണ്ടാക്കാൻ സാധിക്കും, നമുക്ക് എന്ത് കാര്യം നേടിയെടുക്കാൻ സാധിക്കും. അതെന്റെ ജീവിതാനുഭവമാണ്. അതിന് നമ്മൾ കാത്തിരിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം, അതിനുവേണ്ടി പോരാടണം. ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാവണം. അല്ലാതെ എന്തെങ്കിലും ഒരു പൂജ ചെയ്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന, അനുഗ്രഹം തരുന്ന, അല്ലെങ്കിൽ വളരെ ഒരു സിമ്പിളായിട്ട് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടല്ലോ എന്റെ കാര്യം നടക്കണം എന്ന് പറയുന്ന രീതിയിൽ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നവരുടെ പൂജകൾ ഞാൻ എടുക്കാറില്ല. കമ്മിറ്റ്മെന്റ് ആണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിജയിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഏതാവശ്യമാവട്ടെ, എന്ത് കാര്യമാവട്ടെ, അതിനോട് നിങ്ങൾക്കൊരു അതിശക്തമായ കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. എനിക്ക് വിഷ്ണുമായ സ്വാമിയുടെ അടുത്ത് എൻ്റെ അടുത്ത് വന്ന് പറയുന്ന ഓരോ കാര്യവും നടത്തിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്ന ഒരു സ്വഭാവമാണ് എൻ്റെത്. അപ്പൊ അതുപോലെ തന്നെ ഭക്തരും ഉണ്ടെങ്കിലാണ് നമുക്ക് വിജയിപ്പിക്കാൻ എളുപ്പമാണ് അവരെ. കാരണം അവർക്ക് ക്വാളിഫിക്കേഷൻ അല്ല, അവർക്ക് ഈ ഒരു ആഗ്രഹമുണ്ട്, ഈ ഒരു ചിന്തയുണ്ട്. അവരുടെ കൂടെ നമുക്ക് ധൈര്യമായിട്ട് നിൽക്കാം. കാരണം അവരെ സപ്പോർട്ട് ചെയ്ത് അവർ വിജയിക്കും. അവർക്ക് ആ സപ്പോർട്ട് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് നമ്മൾ അത് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ മാത്രം എന്നെ വിളിച്ചാൽ മതി. അപ്പൊ എല്ലാവരും വിജയിക്കട്ടെ.